വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവം നൽകുന്ന ആലോചനകൾ എത്ര കഠിനമായിരുന്നാലും അതിനെ ചോദ്യം ചെയ്യാതെയും വ്യവസ്ഥ പറയാതെയും അനുസരിക്കണമെന്നതത്രേ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. ദൈവഹിതത്തോട് അനുരൂപമായി നമ്മുടെ ഹിതത്തെ ആക്കി തീർക്കുന്നതാണ് അനുസരണം. മരുഭൂമിയിൽ വെച്ച് സാത്താനുമായിട്ടുള്ള പോരാട്ടത്തിൽ യേശു ജയിച്ചതിൻ്റെ രഹസ്യം പിതാവിൻ്റെ ഹിതത്തോട് തൻ്റെ ഹിതത്തെ ആക്കി തീർത്തതാണ്. യേശു ആത്മാവിനാലാണ് നടത്തപ്പെട്ടത്. തൻ്റെ ജീവിതത്തിൻ്റെ സകല നിയന്ത്രണ അധികാരവും പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തിരുന്നു. തൻ്റെ പിതാവിനെ പൂർണ്ണമായും അവൻ അനുസരിച്ചു എന്നതാണ് പരീക്ഷയിൽ വിജയം നേടിയതിൻ്റെ രഹസ്യം. തൻ്റെ പിതാവിൻ്റെ ഹിതമെന്തെന്ന് അറിഞ്ഞതിനാൽ അതിനെ അനുസരിക്കുന്നത് യേശുക്രിസ്തുവിന് സന്തോഷമായിരുന്നു. ഓരോ കാര്യവും ചെയ്യുവാൻ യേശുവിനെ പ്രേരിപ്പിച്ചത് അത് ദൈവത്തിൻ്റെ ഹിതമാണെന്നുള്ള ബോധമായിരുന്നു. എന്തിനു വേണ്ടിയാണ് ഒരു കാര്യം ചെയ്യുവാൻ സ്വർഗീയപിതാവ് തന്നോട് ആവശ്യപ്പെടുന്നത് എന്ന് തനിക്ക് മനസ്സിലാകാതെ ഇരുന്നാലും അത് ചെയ്യുന്നതിന് അവൻ കാലതാമസം വരുത്തുമായിരുന്നില്ല. നസറേത്ത് മുതൽ കാൽവരി വരെയും അവൻ അത്ഭുതവാനായി തീർന്നതിന് രഹസ്യം പിതാവിനോടുള്ള അനുസരണമായിരുന്നു. തൻ്റെ പിതാവ് തന്നെ സ്നേഹിക്കുന്നു എന്നത് തനിക്ക് ഉറപ്പായിരുന്നു. തൻ്റെ സ്വർഗീയ പിതാവ് വിശ്വസ്തൻ എന്നും താൻ അറിഞ്ഞിരുന്നു. സാത്താൻ തോൽപ്പിക്കപ്പെടുന്നതിനും യേശുക്രിസ്തു ജയിക്കുന്നതിനും അടിസ്ഥാനമായ സംഗതി യേശുവിൻ്റെ അനുസരണമായിരുന്നു. യേശുക്രിസ്തു സകലത്തിലും തൻ്റെ പിതാവിനെ അനുസരിച്ചു. യഥാർത്ഥ ജയജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണം അനുസരണമാണെന്നുള്ളത് വിശ്വാസ സമൂഹം ഇന്ന് മറന്നുപോയിരിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി ധാരാളം പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ പോലും കർത്താവിനെ പൂർണ്ണമായി അനുസരിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല. ദൈവവിളി അനുസരിച്ച അബ്രഹാമിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 12 പറയുന്നത്, അവൻ തൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിറ്റ് യഹോവയായ ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. എബ്രായർ 11:8 ദൈവവിളി അനുസരിക്കുക എന്നത് പലപ്പോഴും പ്രയാസമുള്ള ഒന്നാണ്. കാരണം ദൈവത്തെ അനുസരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മെ തെറ്റിദ്ധരിക്കാം, നമ്മുടെ ഉദ്ദേശങ്ങളെ ചോദ്യം ചെയ്യാം. എന്നാൽ ഏത് സാഹചര്യത്തിലും കർത്താവിൻ്റെ ഹിതം പൂർണ്ണമായി അനുസരിക്കണം എന്നതാ ദൈവിക ആത്മീക ജീവിതത്തിൻ്റെ പ്രമാണം. ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കണമെങ്കിൽ ദൈവശബ്ദം കേൾക്കുകയും അത് തിരിച്ചറിയുകയും വേണം. അതിന് ദൈവം പറയുന്ന ശ്രദ്ധിക്കുവാൻ തയ്യാറാകണം. ദൈവവചനത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവഹിതത്തെ ആരാഞ്ഞറിയണം. പ്രാർത്ഥനയിൽ ജാഗരിക്കണം. അപ്പോൾ ദൈവഹിതം മനസ്സിലാക്കുവാനും അതനുസരിക്കുവാനും നമുക്ക് കഴിയും. ദൈവഹിതത്തെ അനുസരിക്കാതെ ഇരുന്നാൽ ദൈവശബ്ദം കേൾക്കുന്നതിനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പിതാവിൻ്റെ ഹിതം എന്താണ് എന്നറിയുന്നതിന് വചനം ദിനംതോറും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. ദൈവവചനം ധ്യാനിക്കുന്നതിൽ യേശുക്രിസ്തു നമുക്ക് മാതൃകയാണ്. യേശുക്രിസ്തു തിരുവെഴുത്തുകളെ വായിച്ചറിഞ്ഞിരുന്നു. ദൈവവചനം യേശുക്രിസ്തുവിൻ്റെ ആഹാരമായിരുന്നു. തിരുവെഴുത്തുകളിലെ മർമ്മങ്ങളെ മനസ്സിലാക്കിയത് തൻ്റെ പ്രാർത്ഥനയുടെ സന്ദർഭങ്ങളിലായിരിക്കണം. ദൈവവചനത്തിൽ വെളിപ്പെട്ടിട്ടുള്ള ദൈവഹിതത്തെ അനുസരിക്കുന്നതിന് ശക്തി ലഭിച്ചിട്ടുള്ളതും പ്രാർത്ഥനയിൽ കൂടിയാണ്. നസറേത്തിൽ സ്വന്തം ഭവനത്തിലുള്ള പ്രതിദിന ജീവിതത്തിലും തന്നെ വിമർശിക്കുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്ത ജനത്തിൻ്റെ മധ്യത്തിലും യാതൊരു പിറുപിറുപ്പും കൂടാതെ യേശു പ്രവർത്തിച്ചത് താൻ ദൈവഹിതം അനുസരിക്കുകയാണ് എന്ന നിശ്ചയം ഒന്നുകൊണ്ട് മാത്രമാണ്. അനുസരണത്തിൻ്റെ വഴിയിൽ ശത്രു കർത്താവിനോട് എതിർത്തു. മുമ്പോട്ട് പോകുന്ന വഴികളിൽ ശത്രു മുള്ളുകൾ വിധിച്ചു. അതുകൊണ്ടാണ് ഗെത്സമനെ തോട്ടത്തിൽ വെച്ച്, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ
ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ എന്ന് ആദ്യം പ്രാർത്ഥിച്ചത്. എന്നാൽ ഉടൻ തന്നെ ശത്രുവിൻ്റെ പ്ലാൻ തകർത്തുകൊണ്ട് യേശു പ്രാർത്ഥിച്ചു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. താൻ ക്രൂശിൽ യാഗമാകേണ്ടത് ദൈവഹിതമെന്ന് മനസ്സിലാക്കി ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. അനുസരണം യേശു ക്രിസ്തുവിനെ കാൽവറിയിലേക്ക് നടത്തി. പാപത്താൽ മലിനമാക്കപ്പെട്ട മനുഷ്യഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന വിലയേറിയ രക്തത്തെ ഒഴുക്കിത്തരുന്നതിന് കാരണമായത് പിതാവിനോടുള്ള അനുസരണം ഒന്ന് മാത്രമായിരുന്നു. പിതാവിൻ്റെ ഹിതം അനുസരിക്കുന്നതിൽ നിന്ന് യേശുക്രിസ്തുവിനെ തടസ്സപ്പെടുത്തുവാൻ സാത്താൻ പദ്ധതിയിട്ടു. എന്നാൽ സാത്താൻ്റെ എല്ലാ തന്ത്രങ്ങളെയും തകർത്തുകൊണ്ട് യേശു പിതാവിനെ അനുസരിച്ച് വിജയം പ്രാപിച്ചു. സാത്താനുമായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് വിജയം നേടുവാനുള്ള ഏകമാർഗം ദൈവഹിതം അനുസരിക്കുക എന്നത് മാത്രമാണ്. ദൈവത്തെ അറിയുന്നത് വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും കൂടിയാണ്. അതുകൊണ്ട് വചനം ധ്യാനിച്ച പ്രാർത്ഥനയിൽ കൂടി ദൈവഹിതം മനസ്സിലാക്കി ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച് സാത്താൻ്റെ തന്ത്രങ്ങളെ ജയിക്കാം. കർത്താവേ, നിൻ്റെ ഹിതം മനസ്സിലാക്കി പൂർണ്ണമായി നിന്നെ അനുസരിക്കുന്നതിനും സാത്താൻ്റെ തന്ത്രങ്ങളെ തോൽപ്പിക്കുന്നതിനും എന്നെയും സഹായിക്കണമേ. ആമേൻ. സൗഭാഗ്യമാക്കിടാം ഈ ജീവിതം. സത്യത്തിന്റെ